നമ്മൾ ഗേറ്റ് ഓട്ടോമേഷൻ ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു തൊട്ടടുത്തൊരു സൈറ്റിൽ നമ്മളെ സാറിൻ്റെ തന്നെ കസിൻ്റെ വീട്ടിലെ സൈറ്റിൽ നമ്മൾ ഗേറ്റ് മോട്ടർ ഇൻസ്റ്റാളേഷൻ വന്നപ്പോൾ സാറ് 20 വർഷം മുമ്പ്, അജിത് സാറ് കൊല്ലൂരാണ് സാറിൻ്റെ വീട്, സ്ഥലം വരുന്നത്. അജിത് സാറ് 20 വർഷം മുമ്പ് സ്വന്തമായിട്ട് ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. നമസ്കാരം. ഹലോ. ഇതിന്റെ വർക്കിംഗ് കാര്യങ്ങളൊന്നും പറഞ്ഞു. ഓക്കെ, ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമ്മൾ ഇതിപ്പോ നോർമൽ സമയത്ത് ഇതൊരു സ്ലീപ്പിംഗ് മോഡിലായിരിക്കും. ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അത് എന്താ പറയാ ആക്റ്റീവ് ആവും. ഈ ഒരു ഫോട്ടോ സെല്ല് എന്നുള്ള സാധനം സൗണ്ട് ആദ്യം അത് വേക്കപ്പ് ചെയ്യും. എന്നിട്ട് ഈ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം, എന്നിട്ട് ഫോട്ടോ കട്ട് ചെയ്താൽ മാത്രമാണ് നോർമൽ കേസിൽ ഗേറ്റ് തുറക്കില്ല. വണ്ടിയുടെ സൗണ്ട് വരുന്ന സമയത്ത് ഹോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു നോയ്സ് ഉണ്ടാവുമ്പോൾ ഇത് വേക്കപ്പ് ആവും. ആ സമയത്ത് ഇത് ഫോട്ടോസെല്ലോ. ഇപ്പൊ നമുക്കൊരു വണ്ടി വരുന്നുണ്ട്, നമുക്ക് ജസ്റ്റ് വണ്ടി വരാം, അല്ലെങ്കിൽ ഒരു വണ്ടി ഇവിടെ വന്ന് കവർ ചെയ്ത് നിൽക്കണം, എന്നിട്ട് ഹോൺ അടിക്കണം. അപ്പൊ ഈ ശബ്ദം മതി. ഈ ശബ്ദം വെച്ച് നമ്മളിങ്ങനെ ക്രോസ് ചെയ്ത് നമ്മുടെ ഗേറ്റ് വർക്കാവും. ഗേറ്റ് മോട്ടർ സാറ് എന്തെങ്കിലും ചെയ്തേക്കണേ സാറ് പറയും. അത് നമ്മൾ ഗേറ്റ് വർക്ക് ചെയ്യണ്ടെന്ന് കാണാൻ വേണ്ടിട്ട് സാറ് ഒരു അലാം, അതിന്റെ ഉള്ളിൽ ഒരു ബസറും ഉണ്ട്. അപ്പൊ നോർമൽ കോഴ്സിൽ നമ്മൾ പോവാ, അപ്പൊ അവിടെ 2 പോർച്ചിലും ലൈറ്റുകൾ കത്തും. 2 ഓട്ടോമേഷൻ സാറ് ചെയ്തിട്ടുണ്ട്. അതൊരു 18 വാട്ട്സിന്റെ വൈപ്പറിന്റെ മോട്ടറാണ്, പണ്ടത്തെ കാറിന്റെ ഒക്കെ. ഇതും സെയിം. അതെ തന്നെ. അതായത് നമ്മളിപ്പോ അല്ല ഇവിടെ ഇതിന്റെ ഓപ്പറേറ്റിംഗ് റേഞ്ചില് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് അടയാൻ പാടില്ല, ചെന്ന് മുട്ടാൻ പാടില്ല. ഫോട്ടോസെൽ അല്ല, ഇൻഫ്രാറെഡ് ആണ്. അപ്പൊ നമ്മള് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടൈമിംഗ് കഴിഞ്ഞാൽ തനിയെ അടയും. ഇനി ഇതിനെ തിരിച്ച് തുറക്കണ കാര്യമാണ്. അതായത് ഞാൻ റിമോട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. മാത്രമല്ല അതിലൊരു ക്ലച്ച് സിസ്റ്റം ഉണ്ട്, ആർക്കും വന്ന് എങ്ങനെ വേണമെങ്കിൽ തുറക്കാം. അതുകൊണ്ടൊന്നും ഒരു ഇഷ്യൂ ഇല്ല. അപ്പൊ നോർമലി ഇപ്പൊ നമ്മൾ ഇൻസൈഡിൽ നിന്ന് വരികയാണെങ്കിൽ അപ്പം ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശബ്ദം ഒന്നും ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ഇവിടെ വരിക, നോയ്സ് വരണം, ഒരു ശബ്ദം വരണം. അപ്പൊ നമ്മൾ ഇതുണ്ട്, ആക്റ്റീവ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ നിന്ന് മാറിയില്ലെങ്കിൽ ഇവിടെ വന്ന് അല്ല തുറക്കില്ല. നമ്മൾ റിവേഴ്സ് എടുക്കണം. സേഫ്റ്റി അവിടെ ഹോൾഡ് ചെയ്യും. തുറക്കും. അതിന്റെ ഓപ്പറേറ്റിംഗ് റേഞ്ചിൽ ഏതെങ്കിലും ഒബ്ജക്ട് ഉണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യും. സിമ്പിൾ എന്താ പറയാ, ലോജിക് ഇലക്ട്രോണിക്സ്. സാറിന്റെ മോട്ടർ സാറ് ചെയ്തേക്കുന്നത് ചെറിയൊരു നട്ട് ബോൾട്ട് ചെയ്തേക്കണ ഒരു സംവിധാനമാണ്. കുഴപ്പമില്ല വന്നാൽ ഒരു പ്രാവശ്യം കൂടി അത് റിപ്പീറ്റ് ചെയ്യും, അതാ കുഴപ്പം. ഓക്കെ. അപ്പൊ ഇതില് വന്നിട്ട് നമുക്ക് സാറ് ചെറിയൊരു കേബിൾ ത്രൂ ലൈറ്റ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ രീതിയിലാണ് റൊട്ടേറ്റിംഗ് മോട്ടർ വെച്ചിട്ട് അതിൽ ആം ടൈപ്പ് പിസ്റ്റൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ഹാർഡ് ആയിട്ടുള്ള മെറ്റൽ വെച്ചിട്ടാണ്, കാരണം ചിലതൊന്നും കേബിൾ വരുന്നത് സ്ട്രോങ് ആണ്. നട്ടൊക്കെ സാർ SS ചെയ്തേക്കുന്നത്. ഇതിൽ വൈപ്പർ മോട്ടർ വെച്ചേക്കുന്നത്. ഇതിപ്പോ ആർക്ക് വേണമെങ്കിലും ആഞ്ഞു വലിച്ച് തുറന്നിട്ടാ തന്നെയും അല്ല. അയ്യോ, അപ്പൊ എന്താ പറയാ, ഈ ഇന്ററപ്ഷൻ വന്നുകൊണ്ട് രണ്ടാമത്തെ ആള് തുറന്നു, അല്ലെങ്കിൽ കുറച്ചു നേരം കഴിഞ്ഞാൽ തിരിച്ചടഞ്ഞു നോക്കും. റിമോട്ടിന്റെ ആവശ്യമില്ല. കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റഡ് ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ സാറ് എന്താ പറയാ, 20 വർഷം മുമ്പ് ഈ ഒരു ടെക്നോളജി ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര ഹാർഡായിട്ടുള്ള സാറിന്റെ തന്നെ രീതിയിലുള്ള ഒരു ഡിസൈൻ ആയതുകൊണ്ട് അതിന് യാതൊരു കംപ്ലൈന്റും ഇല്ല. മെയിൻറ്റെയിൻ സാറ് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. വേറെ ആർക്കും ഒന്നും ചെയ്യാനും പറ്റില്ല. ഒരു ടെക്നീഷ്യനെ വിളിച്ച് ചെയ്യാനും അവിടെ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റോപ്പർ വെച്ചിട്ടുണ്ട്. അങ്ങനെയാണ് പറഞ്ഞത്. താങ്ക് യു.